ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. ഇന്ന് ഞാനൊരു പ്രഭാഷണം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനം. 1947 ഓഗസ്റ്റ് 14 രാത്രി 12 മണിക്കാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അങ്ങനെ ഉള്ളതായിട്ടുള്ള ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആയി ആചരിക്കുന്നു. ഇത് 78ാം സ്വാതന്ത്ര്യ ദിനം ആണ്. ഇന്ത്യയുടെ വളർച്ച എങ്ങനെയാണെന്ന് നമുക്ക് വിലയിരുത്താം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്ന ഇന്ത്യ പൂർണ്ണമായും നശിച്ച ഒരു അവസ്ഥയിൽ ആയിരുന്നു. അവിടെ നിന്നും മഹാത്മാഗാന്ധിയും പ്രശസ്തരായ സ്വാതന്ത്ര്യ സമര സേനാനികളും ചേർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ച് കൊടുത്ത ശേഷം ഉള്ള ഇന്ത്യയുടെ വളർച്ച സ്തുത്യർഹമാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഇന്ത്യ വ്യത്യസ്തമായിട്ടുള്ള നേതാക്കളുടെ താഴെ ഉയർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും എല്ലാം ഇന്ത്യ ഉയർച്ചയിലേക്കാണ് കുതിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതായിട്ടുള്ള ഇന്ത്യയെ നമുക്ക് ഇനിയും സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്ന് കൊണ്ടിരിക്കുന്നത്. അന്ന് സമ്പദ്ഘടന ഉയർന്ന സമ്പദ്ഘടനയുള്ള ഒരു രാജ്യം ആക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത്. അങ്ങനെയുള്ളതായിട്ടുള്ള ഇന്ത്യയെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് എല്ലാ ജനങ്ങളും കഠിനമായി പ്രയത്നിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് ഒരു വ്യക്തമായ കാര്യം ആണ്. ഈ ഒരു സമയത്ത് 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് വയനാട് ദുരന്തം തന്നെയാണ്. അതിൽ നിന്നും കരകയറി അതിജീവനത്തിൻ്റെ പാതയിലേക്ക് എത്തി എല്ലാ നന്മ നിറഞ്ഞ ജനങ്ങളും കൈകോർത്ത് കേരളത്തെയും അതേപോലെ തന്നെ ഇന്ത്യയെയും ഉയർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇവിടെയെല്ലാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നന്മ നിറഞ്ഞ എല്ലാവരും കൈകോർത്തത് കൊണ്ടാണ് പല
അനിഷ്ട സംഭവങ്ങളും നമുക്ക് മറികടക്കുവാൻ ആയത്. അങ്ങനെയുള്ളതായിട്ടുള്ള ഇന്ത്യയെ സമ്പദ്ഘടനയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനുള്ള തിരക്കിലാണ് എല്ലാ നന്മയുള്ള ജനങ്ങളും. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചേരട്ടെ എന്നും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭാവി ശോഭനമായി തീരട്ടെ എന്നുമാണ് ഈ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഇന്ത്യ തീർച്ചയായും മുന്നോട്ട് തന്നെ കുതിച്ച് എല്ലാ മേഖലയിലും ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെയുള്ള ഉയർന്ന സമ്പദ്ഘടനയുള്ള ഒരു ഇന്ത്യ നമുക്ക് സ്വപ്നം കാണാം. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.